ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு அவர் சேனல் டேஸ் வித் ராஜகர்ஜி. மார்ச் 8 விமன்ஸ் டே. ஸோ நாங்கள் வந்து ஆலுவாயில் உள்ள அமிர்தா ஆர்ட் ஸ்கூலில் விமன்ஸ் டே செலிப்ரேஷன் பண்ணியிருந்தோம். அங்கே வந்து சீஃப் கெஸ்ட்டாக அனு ஏலியாஸ் அவங்க வந்திருந்தாங்க. ஆர்டிஸ்ட் அனு ஏலியாஸ் வந்திருந்தாங்க. அவங்க வந்து அழகாக பேசினாங்க. ஸோ அந்த வீடியோ தான் இன்றைக்கி பார்க்க போகிறோம். கலரே இல்லாமல் ரத்தத்தால் ஆர்ட் வரைஞ்சிருந்தாங்க. அப்புறமா அந்த இலை, மரம், ஃப்ரூட்ஸ் அதில் உள்ள இதெல்லாமே எடுத்து யூஸ் பண்ணி ஆர்ட் வரைஞ்சிருந்தாங்க. ஸோ அந்த ஆர்ட் எல்லாமே இங்கே எக்ஸிபிஷனுக்கு வச்சுருக்காங்க. அதையும் நம்ம பார்க்கலாம். ஆர்ட்டை குறித்து அருமையாக பேசுவாங்க நம்ம ആർട്ടിസ്റ്റ് അനു ഏലിയാസ്. അത് பார்க்கலாம். നമ്മൾ ഇതൊരു നല്ല ഒരു ഓർമ്മക്കുറിപ്പാവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ആശംസിക്കുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. എൻ്റെ സംസാരം എനിക്ക് പറയാനുള്ളതെല്ലാം ചിത്രങ്ങളിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ വിശിഷ്ട വ്യക്തിയായി വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക കൂടി ആയിട്ടുള്ള അനുപമ ഏലിയാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ട് സംസാരിക്കാം. ബാക്കിൽ പോയില്ല ടീച്ചറെ. സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനി വരുന്ന അപ്ഡേറ്റ് വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതിനെനിക്ക് വളരെ കാലമായിട്ട് അറിയാം. അതിൻ്റെ ചിത്രങ്ങൾ ഷുവർ ചിത്രത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ഇത്തരത്തിൽ വികസിച്ച് ആർട്ടിസ്റ്റുകൾക്ക് പല പല ഘട്ടങ്ങളുണ്ടായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു യാത്ര ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് മറ്റൊന്ന് തുടരുകയും അങ്ങനെ ഞാൻ അതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ നൂറാണ് ഞാൻ അതിൻ്റെ കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ ഫിഗറേറ്റീവായുള്ള വർക്കുകൾ കാണുന്നുണ്ട്. അത് അതിൻ്റെ വർക്ക് എത്തി നിൽക്കുന്നത് കുറേ കൂടി സമകാലീനമായിട്ടുള്ള ഇഷ്യൂസ്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ സംബന്ധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പലരുടെയും കുടുംബത്തിൽ പലർക്കും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥകളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അവർ തുറന്നു പറയാൻ പറ്റാതിരുന്നത് എന്നൊക്കെയുള്ളൊരു നമ്മുടെ സമൂഹം ഇനി എന്തോരം മാറാനുണ്ട്. കാരണം എൻ്റെ സമയത്തെ പോലെ ആയിരുന്നില്ല എൻ്റെ അമ്മയുടെ സമയം, അതുപോലെ ആയിരുന്നില്ല അവരുടെ അമ്മയുടെ സമയം. അപ്പോൾ കാലങ്ങളായിട്ട് സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഒരു രീതിയിലൂടെയാണ് നമുക്ക് നേട്ടങ്ങൾ കയ്യിൽ വന്നിട്ടുള്ളത്. അതിൽ പേന കൊണ്ട് എഴുതിയവരുണ്ട്, ചിത്രം എഴുതിയവരുണ്ട്, ആയുധം എഴുതിയവരുണ്ട്. അതിലൊരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് സ്ത്രീകളുടേതായിട്ടുള്ളത്. ഈ
മാർച്ച് 8-ന് ഞാൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരാൻ സഹായിച്ചിട്ടുള്ള സ്ത്രീകളെ എല്ലാം ഞാൻ ഓർക്കാൻ വേണ്ടി കൂടി ഒരു നിമിഷം ഉപയോഗിക്കുന്നു. അവരെല്ലാം ചിലവരുടെ കുഞ്ഞുങ്ങൾ ചിലവരുടെ ചരിത്രം വിട്ടു പോയിട്ടുണ്ട്. അത്തരത്തിൽ വിട്ടുപോയിട്ടുള്ള മുഖങ്ങൾ കൂടി നമ്മുടെ കുടുംബത്തിലുണ്ടാകാം. ഞാൻ പറഞ്ഞത് വലിയൊരു ലാസ്റ്റ് കമ്മ്യൂണിറ്റി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ ഫെമിനിസ്റ്റുകളാണെന്ന് അറിയാതെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള പുരുഷന്മാരും ഉണ്ടായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ആണ് എന്നെ പറയുന്നത് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെയുള്ള സഹവർത്തിത്വം അല്ലെങ്കിൽ ഒപ്പമാണ് ഞങ്ങൾ സ്ത്രീകൾ താഴെയുള്ള എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകളെല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു ഈ ഫെമിനിസ്റ്റ് ഡേയിൽ അത്തരത്തിലുള്ളവർക്ക് ഞാൻ ഓർക്കുന്നത്. പിന്നെ അനീൻ്റെ വർക്കിനെ കുറിച്ച് കൂടി പറയുമ്പോൾ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ഇവിടെ കളേഴ്സ് ഉണ്ട്. എനിക്കത് കൂടുതലായിട്ട് അറിയില്ല, വായിച്ചറിഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ അതിന് ബ്ലഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ മാധ്യമം പ്രാധാന്യം ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ കലയാണ് പഠിച്ചത്, അതുകൊണ്ട് കലാചരിത്രത്തിൽ മാധ്യമങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ 1990കളുടെ തുടക്കത്തോട് കൂടിയിട്ട് അത്തരത്തിൽ പലതരം മാധ്യമങ്ങൾ ഒരു എക്സ്പെരിമെന്റ് പോലെ പരീക്ഷണം പോലെ കടന്നു വരുന്നത്. അപ്പൊ അത്തരത്തിൽ ആർട്ടിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ബാർബറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കുണ്ട്. അതിൽ സ്ത്രീകളുടെ ആന്തരിക അവയവങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ അബ്സ്ട്രാക്ട്, അതായത് ഫോട്ടോയിലുള്ള അബ്സ്ട്രാക്ട് രീതിയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്. പിന്നെ എൻ്റെ ശരീരമാണ് മൈ ബോഡി ഈസ് മൈ ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് വെച്ച് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ അല്ല, അവർക്ക് ടെക്സ്റ്റാണ് ഉള്ളത്. അത്ര ഒരു ആർട്ടിസ്റ്റാണ് ബാർബറ ഫീൽഡ്. പിന്നെ ലൈൻ വെച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വീഡിയോ, അതായത് ഇപ്പോൾ വീഡിയോ ആയിട്ട് വളരെ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് നസ്രീൻ മുഹമ്മദ് അവർ ലൈനിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർ ശരീരത്തിൻ്റെ കാര്യം വരയ്ക്കാൻ പറ്റുന്ന ലൈൻ വെച്ചിട്ട് ഓർഡർ ചെയ്യുന്നത്. അത്തരത്തിൽ പലതരം മാധ്യമങ്ങളിലൂടെയാണ് പലരും കൺവേ ചെയ്യാറുള്ളത് അവരുടെ ആശയങ്ങൾ. അത്തരത്തിൽ അനു തിരഞ്ഞെടുത്ത മാധ്യമമാണ് കളേഴ്സും ബ്ലഡും. അത്തരത്തിൽ വളരെ പേഴ്സണലായിട്ടുള്ള യാത്രയിൽ കൂടിയാണ് അനു മുന്നോട്ട് പോകുന്നത്. അത് വർക്കൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ നിർത്തിയാണ് പിന്നെ എനിക്ക് വരാൻ സാധിച്ചതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ കാണാൻ സാധിച്ചത് സന്തോഷമുണ്ട്. സമൂഹമായിട്ടുള്ള ഒരു സ്ത്രീകളുടെ ദിവസങ്ങൾ വരട്ടെ. നമ്മൾ അവരുടെ പ്രാപ്തരാകട്ടെ. പ്രാപ്തമുള്ളവരാണ് ഒരു മികച്ച ആളുകൾ ആശംസിക്കുന്നത്. ഒരിക്കൽ കൂടി അടിയിലേക്ക് നമുക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെ ആശംസ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തരാം. അപ്പോൾ മോൻ തുടങ്ങി. ഒരേ ടോൺ തന്നെ വരുന്നത് കുഴപ്പമില്ല. തോന്നുന്നുണ്ട്. ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഷെയ്ഡ് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ അങ്ങനെ പറയുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യം പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മാഡത്തിൻ്റെ അടുത്ത് എൻ്റെ മോളെ പഠിപ്പിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ
അവള് ചെറുപ്പം മുതലേ പഠിക്കാനായിട്ട് നല്ല താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാഡത്തിൻ്റെ അടുത്തേക്ക് വന്നതെങ്കിലും അവിടെ നിന്ന് അവൾക്ക് ഭയങ്കര വലിയൊരു വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചീഫ് ഗസ്റ്റിന് നന്ദി പറയുന്നതിനേക്കാൾ മുന്നായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് മാഡത്തിനോടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ അനുപമ ഏലിയാസ് നല്ലൊരു ചെറുതാണെങ്കിലും വളരെ നല്ലൊരു പ്രസംഗമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വളരെ നല്ല 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 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന അനുപമ ഏലിയാസിനും വളരെയധികം നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുകയാണ്. ഞങ്ങൾ ആലുവയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ സ്ട്രീറ്റ് എക്സിബിഷനായിട്ട് ഇത് കൊണ്ടുപോകും. ഇന്നത്തെ ക്ലാസ് ഇവിടെ സാറ് നടത്തും. ഫുൾ സ്കെച്ച് ഉണ്ട്. ആരെങ്കിലും ഇല്ല നാൻസി വന്നില്ലേ? വരൂ. Thank you.